ഇന്നത്തെ IPL മത്സരത്തിൽ ഗുജറാത്തും കൊൽക്കത്തയുമാണ് നേർക്കുനേരെ വന്നത്. ഈ മാച്ചിൽ ഇപ്പോൾ ഗുജറാത്ത് ജയിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. രാജസ്ഥാനെ സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ IPLലെ എല്ലാ ടീമിന്റെയും പ്ലേ ഓഫ് സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗുജറാത്ത് ഇന്ന് മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 198 റൺസാണ് ഗുജറാത്ത് എടുത്തത്. സെക്കൻഡ് ബാറ്റിംഗിൽ കൊൽക്കത്ത നാണം കെട്ട് തോറ്റു. ഈ IPLലെ നമ്പർ 1 ടീം അത് ഗുജറാത്ത് തന്നെയാണ്. അത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. നിലവിൽ പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത് ഗുജറാത്താണ്. 8 മാച്ചിൽ നിന്ന് 12 പോയിന്റ് ഗുജറാത്തിനുണ്ട്. അവരിപ്പോൾ 95% പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഒരു ടീമിനെ പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ 16 പോയിന്റ് ആവശ്യമാണ്. 2ാം സ്ഥാനത്ത് ഡൽഹിയുണ്ട്. അവർക്കും 10 പോയിന്റ് ഉണ്ട്. RCB ആകട്ടെ 3ാം സ്ഥാനത്താണ്. അവർക്കും 10 പോയിന്റാണുള്ളത്. RCB ഇതുവരെ 8 മാച്ചിൽ നിന്ന് 3 കളി മാത്രമേ തോറ്റിട്ടുള്ളൂ. 5 കളി ജയിച്ചിരിക്കുകയാണ്. 80% RCB പ്ലേ ഓഫ് ഉറപ്പിച്ചു. പഞ്ചാബ് ആകട്ടെ ടോപ്പ് 4ലുണ്ട്. അവർക്കും 10 പോയിന്റാണുള്ളത്. 5ാം സ്ഥാനത്തുള്ളത് ലക്നൗ ആണ്. അവർക്ക് 10 പോയിന്റ് ഉണ്ട്. നിലവിൽ മുംബൈ ഇന്ത്യൻസ് 6ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ CSKയോട് ജയിച്ചതോടുകൂടിയാണ് മുംബൈ ടീമിന് 8 പോയിന്റ് ആയിട്ടുള്ളത്. കൊൽക്കത്തയ്ക്ക് ആകട്ടെ 6 പോയിന്റ് മാത്രമേ ഉള്ളൂ. നിലവിൽ ലാസ്റ്റ് സ്ഥാനത്ത് CSK ആണ്. 4 പോയിന്റ് മാത്രമേ ചെന്നൈക്കുള്ളൂ. ചെന്നൈയുടെ പ്ലേ ഓഫ് സാധ്യത 20% മാത്രമാണ്. ഹൈദരാബാദ് ആണെങ്കിൽ 9ാം സ്ഥാനത്തുണ്ട്. അവർക്കും 4 പോയിന്റ് മാത്രമേ ഉള്ളൂ. നിലവിൽ രാജസ്ഥാൻ റോയൽസ് 8ാം സ്ഥാനത്താണ്. രാജസ്ഥാന് 4 പോയിന്റ് മാത്രമേ ഉള്ളൂ. രാജസ്ഥാൻ ഇതുവരെ 8 മാച്ച് കളിച്ചിട്ടുണ്ട്. 6 എണ്ണത്തിലും തോറ്റിരിക്കുകയാണ്. 2 എണ്ണത്തിൽ മാത്രമാണ് രാജസ്ഥാൻ ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള എല്ലാ മാച്ചിലും രാജസ്ഥാന് ജയിക്കേണ്ടതുണ്ട്. ഒരു കളി തോറ്റാൽ പോലും രാജസ്ഥാൻ അത് റിസ്ക് ആണ്. രാജസ്ഥാന് ഇപ്പോഴും പ്ലേ ഓഫിലെത്താൻ സാധിക്കും. ഇനിയുള്ള മത്സരങ്ങളിൽ വിജയിച്ചു കയറിയാൽ രാജസ്ഥാൻ ഉറപ്പായിട്ടും പ്ലേ ഓഫിലെത്തും. നിലവിൽ പ്ലേ ഓഫ് 90% ഉറപ്പിച്ച ടീമുകൾ ഗുജറാത്ത്, ഡൽഹി, RCB, പഞ്ചാബാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.